ഹായ് ഫ്രണ്ട്സ്, ഓനി അനലിറ്റിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു ന്യൂറൽ നെറ്റ്വർക്ക്. ന്യൂറൽ നെറ്റ്വർക്കിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് ന്യൂറൽ നെറ്റ്വർക്ക് നമ്മൾ ക്ലാസിക്കൽ മെഷീൻ ലേണിംഗ് അൽഗോരിതം എല്ലാം നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ കുറച്ച് ഡീപ്പ് ലേണിംഗിലേക്ക് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നോക്കാം. സിമ്പിൾ ഡാറ്റ സെറ്റ് ഏതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമ്മളിവിടെ ടോയ് ഡാറ്റ ആണ് ഉപയോഗിക്കുന്നത്. ML ആൻഡ് ക്ലാസിക്കൽ ML, മെഷീൻ ലേണിംഗ് ആൻഡ് ക്ലാസിക്കൽ മെഷീൻ ലേണിംഗ്, അത് നമ്മൾ എന്താണെന്ന് നോക്കും. അതേപോലെ തന്നെ ന്യൂറൽ നെറ്റ്വർക്ക്സ് ഇൻ റിയൽ ലൈഫ്. ഓക്കെ, ന്യൂറൽ നെറ്റ്വർക്ക്സിൻ്റെ ഉപയോഗം റിയൽ ലൈഫിൽ എന്താണ് നമ്മൾ നോക്കും. അതേപോലെ തന്നെ ഇൻസ്പിറേഷൻ ഫ്രം ന്യൂറൽ നെറ്റ്വർക്ക്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ന്യൂറൽ നെറ്റ്വർക്കിലേക്ക് നമ്മൾ ഇൻസ്പയർ ആയത് എന്നുള്ളത് നമ്മളിത് നോക്കും. അതേപോലെ തന്നെ ഫസ്റ്റ് ന്യൂറൽ നെറ്റ്വർക്ക് മോഡൽ ഏതാണെന്ന് നോക്കും. അതേപോലെ തന്നെ ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ് പ്രൊപ്പഗേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ആദ്യം അണ്ടർസ്റ്റാൻഡിൻ്റെ ഡാറ്റ, നമ്മൾ ഡാറ്റ മനസ്സിലാക്കാൻ പോകും. അപ്പോൾ ഇത് നിങ്ങൾക്കറിയാം, മുന്നത്തെ എൻ്റെ മെഷീൻ ലേണിംഗ് ക്ലാസിക്കൽ മെഷീൻ ലേണിംഗ് ക്ലാസ് കേട്ടവർക്ക് അറിയാം. ഇത് എന്ത് ടൈപ്പ് ഡാറ്റ ആണ്? യെസ്, കറക്റ്റ്. ഇത് ലീനിയർ ആണോ? ഇത് ലീനിയർ ബൗണ്ടറി ഇതിനുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ലീനിയർ ബൗണ്ടറി വെച്ചിട്ട് ഈ ഡാറ്റയെ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല. ഹൈപ്പർ പ്ലെയിനിൽ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇത് നോൺ ലീനിയർ ഡാറ്റ സെറ്റാണ്. ഇതിൽ എത്ര ക്ലാസ്സുകളുണ്ട്? അഥവാ 1, 2, എല്ലോ 3 ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ഇത് നോൺ ലീനിയർ അല്ല, നോൺ ലീനിയർ ഡാറ്റ സെറ്റാണ്. 3 ക്ലാസ്സുള്ള ഡാറ്റ സെറ്റാണ് നമുക്ക് ഡാറ്റ. നമ്മളെ നമുക്കറിയാം, ആദ്യം നമ്മൾ ഡാറ്റ സെറ്റിന് നമുക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അതിൻ്റെ ലൈബ്രറി എല്ലാം ഇമ്പോർട്ട് ചെയ്യും. ഇമ്പോർട്ട് പാണ്ടാസ് PD ആൻഡ് ഇമ്പോർട്ട് മാട്രിപ്ലോട്ട് ലിപ്പ് പൈപ്ലോട്ട് SPLT ഇമ്പോർട്ട് നമ്പേഴ്സ് ഉണ്ട്. പിന്നെ ഈ എക്സ്ട്രിമേറ്ററി GDown ഉപയോഗിച്ചിട്ട് നമ്മൾ ഡാറ്റനെ ഇമ്പോർട്ട് ചെയ്യും. Then our dataset consists of two features, അഥവാ export and extrude, and target variable y. Okay, y can take as a 3 unique value, ഒന്നെങ്കിൽ 0 ആവാം, 1 ആവാം, അല്ലെങ്കിൽ 2 ആവാം. Okay, for is let's call this class A B C എന്ന് പറയും കേട്ടോ. ഈസി വേണ്ടി 0 1 2 പകരം A B C എന്ന് പറയും. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, what are the some characteristics of this data set we should notice before training classifier. ഓക്കെ, അപ്പോൾ ഈ ഡാറ്റ ഇതാണ് നമ്മുടെ ഡാറ്റ സെറ്റ്. ഇതിൽ ഏതാണ് ഇതിൻ്റെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്താണെന്ന് നോക്കുക. അപ്പോൾ നമുക്കറിയാം ക്ലാസിഫിക്കേഷൻ ആണ് ഇത്. നമ്മൾ ഓൾറെഡി പറഞ്ഞ മൾട്ടി ക്ലാസ് ആണ്. ഒരു സിംഗിൾ ക്ലാസ്സിൻ്റെ ഉണ്ട്, കാരണം ഇതിൽ മൾട്ടി ക്ലാസ്. അപ്പോൾ ഇതൊന്ന് ബ്ലൂ കളർ ഉണ്ട്, പിന്നെ ഗ്രേ കളർ ഉണ്ട്, മൂന്നാമത്തെ യെല്ലോ കളർ. അപ്പോൾ നമുക്ക് സിംപ്ലി പറയാം ഒന്നിൽ കൂടുതൽ ക്ലാസ് ഉണ്ട്. ഇത് മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻ ആണ്. പിന്നെ നോൺ ലീനിയർ ആണ്, അത് നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു. ഇതിനെ നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ വെച്ച് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിനെ തന്നെ സെപ്പറേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ ഇങ്ങനെയല്ല കൊണ്ടുവരണ്ടേ. അപ്പോൾ നോൺ ലീനിയർ എന്ന് പറയാം. അതാണ് അതിൻ്റെ. പിന്നെ ഇവിടെ ഞാനൊരു ക്വസ്റ്റ്യൻ ഇട്ടുണ്ട്. ഇത് ക്വസ്റ്റ്യൻ നമ്പർ 1. ഇതിൻ്റെ ആൻസർ നിങ്ങൾ എന്താണെന്ന് നമ്മുടെ ചാറ്റ് ബോക്സിൽ ഫസ്റ്റ് നമ്പർ ആൻസറിൽ ABC ഏതാണ് നിങ്ങൾ മെൻഷൻ ചെയ്താൽ മതി. ഓക്കെ, ബേസ്ഡ് ഓൺ ദ സ്കാറ്റർ പ്ലോട്ട് why is the data referred to having a non-linear decision boundary. ഇതിൻ്റെ ഓപ്ഷൻ A, because the classes are separated by straight line, because the data for each class for clear circle, because data point for each class are intertwined or spiral pattern, because there are 3 classes. ഇത് ഏതാണ് ഇതിൻ്റെ ആൻസർ എന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്മുടെ ചാറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇനി ക്ലാസിക്കൽ മെഷീൻ ലേണിംഗ് അൽഗോരിതം. ഓക്കെ, ലോജിസ്റ്റിക് റിഗ്രഷൻ.
ക്ലാസിക്കൽ മെഷീൻ ലേണിംഗ് അൽഗോരിതത്തിന് ലോജിസ്റ്റിക് റിഗ്രഷൻ ആണ് നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ലോജിസ്റ്റിക് അൽഗോരിതത്തിൽ ഫസ്റ്റത്തെ മൾട്ടി ക്ലാസ് ആണോ നോക്കുന്നത്. ലോജിസ്റ്റിക് റിഗ്രഷൻ ഡിഫോൾട്ടിൽ മൾട്ടി ക്ലാസ് അല്ല, ഓക്കെ, സിംഗിൾ ക്ലാസ് ആയിട്ടാണ് നമ്മൾ എടുക്കൽ. എന്നാൽ നമ്മൾ മൾട്ടി ക്ലാസ് ആയിട്ട് നമ്മൾ ലോജിസ്റ്റിക് റിഗ്രഷൻ ഓൾറെഡി ഞാൻ എൻ്റെ മെഷീൻ ലേണിംഗ് എന്നുള്ള പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ ലോജിസ്റ്റിക് റിഗ്രഷൻ്റെ ഡീറ്റെയിൽ വീഡിയോസ് ഉണ്ട്. സ്ക്രാച്ചിൽ നിന്ന് തന്നെ ലോജിസ്റ്റിക് റിഗ്രഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ള വീഡിയോ പറയുന്നുണ്ട്, അപ്പോൾ അത് കേട്ടാൽ മതി. ഓക്കെ, അതിൽ പറയുന്നുണ്ട് ഡിഫോൾട്ടായിട്ട് മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻ അല്ല, എന്നാൽ നമുക്ക് മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അങ്ങനെ 1 vs 1 അല്ല 1 vs others. ഇപ്പോൾ അതിൽ കൂടുതലുണ്ടെങ്കിൽ ഒരു 3 ക്ലാസ് ഉണ്ടെങ്കിൽ 3 ക്ലാസ് ഉണ്ടെങ്കിൽ നമുക്ക് മൾട്ടി ക്ലാസ് ഇതിനെ നമുക്ക് ലോജിസ്റ്റിക് റിഗ്രഷനിൽ ട്രീറ്റ് ചെയ്യാം. ഈ 1 vs other ഇതും ഈ 2 ക്ലാസ്സിനെ അതേഴ്സ് എന്നുള്ള ഒരു ക്ലാസ് ആയിട്ട് എടുക്കും. പിന്നെ രണ്ടാമത്തെ എടുക്കുമ്പോൾ ഈ 2 vs ഈ 1ഉം 3 അതേഴ്സ് ആയിട്ട് എടുക്കും. ഓക്കെ, നോൺ ലീനിയാരിറ്റി ഡിഫോൾട്ട് മൾട്ടി ക്ലാസ് ലോജിസ്റ്റിക് റിഗ്രഷൻ നോൺ ലീനിയർ അല്ല. നമുക്കറിയാം മാനുവലി ക്രിയേറ്റ് പോളിനോമിയൽ ഫോംസ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പോളിനോമിയൽ ഫോം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താ മാനുവലി ക്രിയേറ്റ് എന്താ നോൺ ലീനിയാരിറ്റി ആക്കാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ carve out അഥവാ to create a features manually 1 vs residual, അതാണ് മെയിൻ ഇഷ്യൂ ആയിട്ട് നമ്മളെ ലോജിസ്റ്റിക് റിഗ്രഷനിൽ ഉള്ളത്. ഓക്കെ, ഈ നെക്സ്റ്റ് ക്ലാസിക്കൽ മെഷീൻ ലേണിംഗ് അൽഗോരിതം KNN ആണെങ്കിലോ, അത് KNN ആണെങ്കിലും നമുക്കറിയാം മൾട്ടി ക്ലാസ് ഡിഫോൾട്ടായിട്ട് മൾട്ടി ക്ലാസ് ആണ്, എന്നാൽ നോൺ ലീനിയാരിറ്റി ഡിഫോൾട്ട് യെസ് ആണ്. ഇഷ്യൂ കേസ് ഓഫ് ഡൈമെൻഷനാലിറ്റി നമുക്കറിയാം. ഡൈമെൻഷനാലിറ്റി മൾട്ടി ഡൈമെൻഷണൽ പ്രോബ്ലം വരുമ്പോൾ നമുക്ക് KNN യൂസ് ചെയ്യാൻ റിസ്ക് ഉണ്ട്, കാരണം ടൈം കൺസ്യൂമിങ് ആണ്. ഓക്കെ, അപ്പോൾ KNN ഇതിൻ്റെ ഈ അൽഗോരിതം എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മളെ പ്രീവിയസ് വീഡിയോസിൽ നിങ്ങൾ മെഷീൻ ലേണിംഗ് പ്ലേലിസ്റ്റിൽ നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, വർക്ക് ഫോർ നോട്ട് ബിഗ് ഡാറ്റ ആണെങ്കിൽ നമുക്ക് എന്താവില്ല, ഈ KNN യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ ബിഗ് ഡാറ്റയിൽ ഇത് എന്തുകൊണ്ടാണ് യൂസ് ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ചാൽ ആൾ ദ ഡാറ്റ പോയിന്റ് ട്രെയിനിങ് ടു ബി ഇൻ സിംഗിൾ റാമിൽ യൂസ് ചെയ്യണം. അപ്പോൾ മൊത്തം വലിയ ഡാറ്റ ആണെങ്കിൽ അതെല്ലാം സിംഗിൾ റാമിൽ ട്രെയിൻ ചെയ്യാന്നുള്ളത് അത് പോസിബിൾ അല്ല. അതുകൊണ്ടാണ് ക്ലാസിക്കൽ KNN നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, ഇനി നമ്മൾ ക്ലാസിക്കൽ മെഷീൻ ലേണിംഗ് അൽഗോരിതം ഫോർ ഡിസിഷൻ ട്രീസ്. ഓക്കെ, ഡിസിഷൻ ട്രീസിൽ നമുക്കറിയാം XGBoost അല്ലെങ്കിൽ ലൈറ്റ് GBM. ഓക്കെ, അതാണ് നമ്മൾ സാധാരണ നോർമൽ. ഇനി അതർ അൽഗോരിതം ആണെങ്കിലും ഓക്കെ, ട്രീസിൽ മൾട്ടി ക്ലാസ് ആണോ, ഡിഫോൾട്ടായിട്ട് മൾട്ടി ക്ലാസ് ആണ് ട്രീസ്. അതുപോലെ നോൺ ലീനിയാരിറ്റി ഡിഫോൾട്ടായിട്ട് നോൺ ലീനിയർ ആണ്. ഓക്കെ, അപ്പോൾ ഈ നമുക്കറിയാം ട്രീസ് സ്ട്രക്ചേർഡ് ഡാറ്റയിൽ മാത്രമേ എന്താവുള്ളൂ ഡിസിഷൻ ട്രീ അൽഗോരിതം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് പറയാൻ നിങ്ങൾക്കറിയാം ഇൻ ടാബുലർ ഫോം അഥവാ X,Y ഈ രീതിയിലാണെങ്കിൽ നമുക്ക് എന്താ സ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് പറയാം. ഓക്കെ, ഈ ലീനിയാരിറ്റി ആണ്, പക്ഷേ നമുക്ക് ആക്സിസ് പാരലൽ ടു ഹൈപ്പർ പ്ലെയിന് അതേ രീതിയിൽ നമുക്ക് എന്താക്കാം, ഓരോന്നിനെയും മൾട്ടി ക്ലാസ്സിന് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാം. ഓക്കെ, ഇതിൻ്റെ മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അൺസ്ട്രക്ചേർഡ് ഡാറ്റയിൽ നമുക്കറിയാം അൺസ്ട്രക്ചേർഡ് ഡാറ്റ അഥവാ ടെക്സ്റ്റ്, ഇമേജസ്, സ്പീച്ചസ് ഇതിലൊന്നും എന്താക്കാൻ പറ്റില്ല, ഈ ഡിസിഷൻ ട്രീസ് നോട്ട് യൂസബിൾ. ഓക്കെ, അതാണ് ഇതിൻ്റെ മെയിൻ ഡ്രോബാക്ക് എന്ന് പറയുന്നത്.
അതേപോലെ തന്നെ ഡിക്ഷണറിന്റെ ഒരു വേറെ ഇതുകൂടിയാണ് കനോട്ട് യൂസ്ഡ് ഫോർ ബാച്ച് മോഡൽ ട്രെയിനിങ്. ബാച്ച് മോഡൽ ട്രെയിനിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം ഫുൾ ഡാറ്റ ഇപ്പോൾ 100 ഡാറ്റ ഉണ്ടെങ്കിൽ ഒരു 1,00,000 ഡാറ്റ ഉണ്ടെങ്കിൽ മൊത്തമായിട്ട് യൂസ് ചെയ്യണം. ബാച്ചായിട്ട് നമുക്ക് ഇതിനെ ട്രെയിൻ ചെയ്തിട്ട് എടുക്കാൻ പറ്റില്ല. ഇനി ക്ലാസിക്കൽ മെഷീൻ ലേണിംഗ് അൽഗോരിതം, SVM ആണെങ്കിലോ, SVM നമുക്കറിയാം മൾട്ടി ക്ലാസ് ആണോ എന്ന് വെച്ചാൽ ഡിഫോൾട്ട് മൾട്ടി ക്ലാസ് അല്ല, എന്നാൽ ഇതിന് മൾട്ടി ക്ലാസ് ട്രീറ്റ് ചെയ്യാം. 1vs റെസ്റ്റ് എക്സെട്രാ രീതിയിൽ നമുക്ക് ഇതിന് മൾട്ടി ക്ലാസ് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നോൺ ലീനിയർ ഡിഫോൾട്ട് നോൺ ലീനിയർ അല്ല. എന്നാൽ ലീനിയാരിറ്റി നമുക്ക് എടുക്കാൻ കേർണൽ ഉപയോഗിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇഷ്യൂ ആണ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ബാച്ച് മോഡ്. ബാച്ച് മോഡും ഇതേപോലെ യൂസ് ചെയ്യാൻ പറ്റില്ല. ബാച്ച് മോഡ് ഓൾറെഡി ഞാൻ പറഞ്ഞു, 100 100 നമ്മൾ യൂസ് ചെയ്യണം. 50 എന്നുള്ള രീതിയിൽ 2 ബാച്ച് ആക്കിയിട്ട് അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല ട്രെയിനിങ്. ഓക്കെ, ആൾസോ നോട്ട് യൂസ്ഫുൾ ഫോർ ദി ബിഗ് ഡാറ്റ, അതും പറ്റില്ല. എന്നാലും ബിഗ് ഡാറ്റ GPU അറൈവ്സ് ടു ബിഗ് ഡാറ്റനൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് വലിയ GPUs എല്ലാം കണ്ടുപിടിച്ചതിന് ശേഷമാണ്. ഓക്കെ, പിന്നെ ക്ലാസിക്കൽ മെഷീൻ അൽഗോരിതം ഓവർവ്യൂ. നമുക്കറിയാം ലോഗരിതമിക് റിഗ്രഷൻ മാനുവലി ഫീച്ചേഴ്സ് എഞ്ചിനീയർ റിക്വയർഡ്. ഓക്കെ, പിന്നെ കാനൺ നീഡ് ഓൾ ഡാറ്റ ഇൻ വൺ റൺ, നോട്ട് സ്കെയിലബിൾ, നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ അൺസ്ട്രക്ചർഡ് ഡാറ്റയിൽ ട്രീസ് യൂസ് ചെയ്യാൻ പറ്റില്ല. SVM ആണെങ്കിൽ കേർണൽസ് ആൻഡ് ബിഗ് ഡാറ്റ നോട്ട് യൂസ് ചെയ്യുന്നു. Automatic complex features creation, adaptive plus automatic features engineering. Okay, ഇനി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ക്വസ്റ്റ്യൻ 2, നേരത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2, വിച്ച് അൽഗോരിതം increase inference time with an increased training data? ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതണം. അന്ന് ലോഗരിതം റിഗ്രഷൻ ആണോ, കാനൺ ആണോ, ട്രീ ആണോ, SVM ആണോ? ഓക്കെ, can fit data into RAM. മോഡൽ പ്ലസ് ഡാറ്റ 128 GB ആണെങ്കിൽ, മോഡൽ പ്ലസ് ഡാറ്റ 128 GB ആണെങ്കിൽ അതിനെ നമുക്ക് എന്താക്കാൻ പറ്റില്ല, 64 GB റാമിൽ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൾട്ടിപ്പിൾ ബാച്ച് ആയിട്ട് ഇതിനെ ട്രീറ്റ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിലും 128 ആണെങ്കിലും ഇതിനെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് 64 GB തന്നെ റൺ ചെയ്യാം. ഇനി ഇപ്പോൾ ഉദാഹരണത്തിൽ ഇവിടെ S1 S2 എന്നുള്ള 2 ഫീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, ഔട്ട്പുട്ട് ഇതിന് S1 S2 ഈ 2 ഫീച്ചേഴ്സിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്കറിയാം എന്താക്കണം, സർക്കിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അത് സർക്കിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ അഡീഷണൽ ഫീച്ചേഴ്സ് S1 സ്ക്വയർ S2 സ്ക്വയർ യൂസ് ചെയ്യണം. അഥവാ സർക്കുലേഷൻ S1 സ്ക്വയർ പ്ലസ് S2 സ്ക്വയർ
പ്ലസ് സ്ക്വയർ ആർ സ്ക്വയർ ഇതാണ് സർക്കിളിന്റെ എക്വേഷൻ. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ അഡീഷണൽ ഫീച്ചേഴ്സിനെ കൊണ്ടുവന്നാൽ മാത്രമേ സർക്കിളായിട്ട് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഇമ്പാക്ട് ഓഫ് ന്യൂറൽ നെറ്റ്വർക്ക് ഇൻ ഡെയിലി ലൈഫ്സ്. ഗൂഗിൾ ആഡ്സ് നമുക്കറിയാം. ഇപ്പം നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെഷീൻ ലേണിങ്ങിൻ്റെ ഒരു വീഡിയോ നമ്മളൊരു 5 to 10 മിനിറ്റ് കാണാൻ നമുക്ക് യൂട്യൂബിൽ. എന്നാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് നെക്സ്റ്റ് നമുക്ക് എന്തെങ്കിലും ഒന്നെങ്കിൽ നമ്മളെ ഇത് റിലേറ്റഡ് ആയ എന്തെങ്കിലും പരസ്യങ്ങൾ വരും. നമുക്ക് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെഷീൻ ലേണിങ്ങിൻ്റെ പഠിപ്പിക്കുന്ന ഏതെങ്കിലും യൂട്യൂബിൽ പഠിപ്പിക്കുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും കോഴ്സ് പഠിപ്പിക്കുന്നതിൻ്റെ പരസ്യമായിരിക്കും നമുക്ക് നെക്സ്റ്റ് 5 to 10 മിനിറ്റിൻ്റെ ഉള്ളിലോ വരുന്ന പരസ്യം. ഇത് ഓട്ടോമാറ്റിക്കലി റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് യൂട്യൂബിൽ. ഇമ്പാക്ട് ഓഫ് ന്യൂറൽ നെറ്റ്വർക്ക് ഇൻ ഡെയിലി ലൈഫ് ഡാറ്റ കംപ്രഷൻ. നമുക്കറിയാം എക്സ് എന്നുള്ളൊരു ഡാറ്റ നമുക്ക് എക്സ് ഡാഷ് ആയിട്ട് ഒരു ഔട്ട്പുട്ടിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഡാറ്റനെ എൻകോഡ് ചെയ്യും. ഓക്കെ, എൻകോഡ് ചെയ്തിട്ട് സെക്യൂരിറ്റിക്ക് വേണ്ടി എൻകോഡ് ചെയ്ത് കംപ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ട്രാൻസ്ഫർ ചെയ്ത് റിസീവറിൽ എത്തുന്നതിന് മുമ്പ് ഡീകോഡ് ചെയ്യും. ഡീകോഡർ യൂസ് ചെയ്ത് ഡീകോഡ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഔട്ട്പുട്ട് എടുക്കും. ഇതാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. സംഭവമാണ് ഇവിടെ പറഞ്ഞത്. ഇനി ഇമ്പാക്ട് ഓഫ് നാച്ചുറൽ ന്യൂറൽ നെറ്റ്വർക്ക് ഇൻ ഡെയിലി ലൈഫ്സ് ഇമേജസ്. അപ്പോൾ ഇവിടെ ഈ ഒരു കുട്ടീൻ്റെ ഇമേജ് ഉണ്ട്, പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വേറെ കുറേ ഇമേജസ് ഉണ്ട്. ഇതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതിനെ മാത്രം നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ആ മാജിക് ടൂൾ യൂസ് ചെയ്ത് ഒഴിവാക്കില്ലേ, അതല്ല ന്യൂറൽ നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സെഗ്മെന്റേഷൻ. പിന്നെ ഡെയിലി ലൈഫ് ഓട്ടോ കംപ്ലീറ്റ്. അത് നമുക്കറിയാം. ഇപ്പം നമ്മളിങ്ങനെ മെയിൽ എഴുതുമ്പോൾ നെക്സ്റ്റ് എല്ലാം എഴുതുമ്പോൾ ലുക്കിംഗ് ഫോർവേഡ് ടു സീയിങ് യു ഓട്ടോമാറ്റിക് നമ്മളെ മെയിലിലൊക്കെ വാട്സപ്പിലാണെങ്കിലും ഓട്ടോമാറ്റിക് റെക്കമെൻഡേഷൻ വരുന്നില്ലേ. അപ്പോൾ അതിലും നാച്ചുറൽ ന്യൂറൽ നെറ്റ്വർക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 3 ഇതിൻ്റെ ആൻസർ നമ്മൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം. Why might traditional machine learning models struggle with tasks like Gmail, Smart Reply, Auto-complete, completed neural network? Traditional models require anal feature engine. They cannot handle text data. Traditional models can store user data. They are not equipped to process real-time input effectively. ഇതിൻ്റെ ആൻസർ എന്താണെന്ന് നിങ്ങൾ എഴുതിയാൽ മതി. 3 ക്വസ്റ്റ്യൻ കൊണ്ടുവരുന്നത്. പിന്നെ ഇൻസ്പിറേഷൻ ഫ്രം ബയോളജിക്കൽ ന്യൂറോൺസിൽ നിന്നാണ് ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ ഇൻസ്പിറേഷൻ നമുക്ക് കിട്ടിയത്. പക്ഷി പറക്കുന്നതിന് കണ്ടിട്ടാണ് റൈറ്റ് ബ്രദേഴ്സ് വിമാനം ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പോൾ റൈറ്റ് ബ്രദേഴ്സ് വിമാനം എയർപ്ലെയിൻ ഉണ്ടാക്കിയത്. അതേപോലെ ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ ഇതിൻ്റെ ഇൻസ്പിറേഷൻ എന്നാണ് ബയോളജിക്കൽ ന്യൂറോൺ. ഇത് ഒരു ന്യൂറോൺ ബോഡിയിലെ ന്യൂറോണാണ്. ഓക്കെ, ഈ ന്യൂറോണിന് ഇൻപുട്ട് ബയോളജിക്കൽ സിഗ്നൽ സ്വീകരിക്കുന്ന ആ ഒരു ഏരിയക്ക് എന്ത് പറയും, ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയും. പിന്നെ ഇതിനെ ക്യാരി ചെയ്ത് ഔട്ട്പുട്ടിലേക്ക് എത്തിക്കുന്നതിന് എന്ത് പറയും, ആക്സോൺ എന്ന് പറയും. ഓക്കെ, എന്താ നമുക്കറിയാം, നമ്മൾ ബയോളജിയിൽ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ ഒരു ഉദാഹരണത്തിൽ
ഒരു ഇതാ ഇവിടെ എക്സാമ്പിൾ കൊടുത്തത്. ഈ ഒരു കുട്ടി ഇസ്തിരിപ്പെട്ടി ഇവിടെ പ്ലഗിൽ കുത്തിയിട്ടുണ്ട്. നല്ല ഹീറ്റ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇത് തൊടണോ തൊടണ്ടേ എന്നുള്ളത് തീരുമാനിക്കല് നമുക്ക് ന്യൂറൽ നെറ്റ്വർക്കിന്റെ എക്സാമ്പിളിൽ പറയാം. ഓക്കെ, ടാസ്ക് വെദർ ടു ടച്ച് ഓർ ഒബ്ജക്റ്റ് ഓർ നോട്ട്. ഓക്കെ, ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഈ ഐസ് ആണെങ്കിലും അയൺ ബോക്സ് ആണെങ്കിലും ഇതിന്റെ ഡിഫറൻസ് ടെമ്പറേച്ചർ ആണ്. ഓക്കെ, നോൺ തിങ്സ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഇതിന് ഇവിടെ ഒരു കമ്പ്യൂട്ടേഷൻ നടത്തണം കുട്ടിക്ക്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ 3 ഫീച്ചേഴ്സ് എടുത്താണ്. ഒന്ന് നോൺ ഒബ്ജക്റ്റ്, അതിന്റെ ഒരു കറസ്പോണ്ടിങ് ന്യൂറോൺ ഉണ്ടാവും. പിന്നെ ടെമ്പറേച്ചർ ഒരു ന്യൂറോണ്. പിന്നെ ഒബ്ജക്റ്റ് ഡയമെൻഷൻ ഒരു ന്യൂറോൺ ഉണ്ടാവും. പിന്നെ ഇത് ഈ ന്യൂറോണെല്ലാം ഈ ന്യൂറോണിന്റെ ഈ 3 ഒബ്ജക്റ്റുകളും 3 ഫീച്ചേഴ്സുകളും മനസ്സിലാക്കിയിട്ട് ഈ കുട്ടി ടച്ച് ചെയ്യണമെന്ന് തീരുമാനിക്കും. ഓക്കെ, നമ്മളൊരു ആക്ഷൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ഉദാഹരണം ഇതിലിപ്പോൾ എന്താ വെച്ചാൽ നോൺ ഒബ്ജക്റ്റ് ആണെങ്കിൽ ഇതിന്റെ വരുന്ന വെയിറ്റ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. അല്ലെങ്കിൽ ഈ കുട്ടിനോട് അവരുടെ അമ്മ അച്ഛനെ പറഞ്ഞെടുത്തിട്ടുണ്ടാവും ഇത് സ്ത്രീപ്പെട്ടിയാണ്, ചൂടുണ്ടാവും. അല്ലെങ്കിൽ അവർ മുന്നേ എവിടെയെങ്കിലും തൊട്ടിട്ടുണ്ടെങ്കിൽ അതിന് അത് കാണുമ്പോൾ അറിയാം. അപ്പോൾ അതിന്റെ വെയിറ്റ് കൂടുതലായിരിക്കും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഒബ്ജക്റ്റ് ഡയമെൻഷൻ ഓൾറെഡി അതേപോലത്തെ അയൺ ബോക്സ് കണ്ടിട്ടുണ്ടെങ്കിലും അറിയാം. അപ്പോൾ ഇതേപോലെ പിന്നെ ഈ ഫീച്ചേഴ്സിന്റെ വെയിറ്റുകൾ എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇതാണ് നമ്മൾ മെഷീൻ ലേണിംഗിൽ ന്യൂറൽ നെറ്റ്വർക്കിൽ ഈ വെയിറ്റിൽ ഈ മൂന്ന് വെയിറ്റിന്റെയും ഔട്ട്പുട്ട് അതിന്റെ വെയിറ്റുകൾ തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്തതിന് കമ്പ്യൂട്ട് ചെയ്തതിന് ശേഷമാണ് ഇത് ടച്ച് ചെയ്യണോ ടച്ച് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് കുട്ടി. ഓക്കെ, അപ്പോൾ അതിന് മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ആക്കുകയാണെങ്കിൽ ആ സ്ഥിരപ്പെട്ടിനെ നമ്മൾ ഒരു ന്യൂറോണിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഫംഗ്ഷന്റെ ഇടയിൽ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ഇൻപുട്ടിൽ ഏതെല്ലാം ഫീച്ചേഴ്സ് ഉണ്ട്, S1 S2 S3, ഇതിന്റെ കറസ്പോണ്ടിങ് വെയിറ്റ് W1 W2 W3, അതിന്റെ ഔട്ട്പുട്ട് Y. ഓക്കെ, Y ഈക്വൽ ടു ഫീച്ചേഴ്സ് ഓഫ് W1 X1 plus W2 S2 plus W3 S3 എന്നുണ്ട്. ഇതിൽ നമുക്കൊരു ലീനിയർ റിഗ്രഷനിൽ നമ്മളൊരു ബയാസ് കൂടി ആഡ് ടൈം ആണെങ്കിൽ ആ ബയാസ് ടൈം കൂടി ഇവിടെ ആഡ് ചെയ്യാം W0. ഓക്കെ, ഇനി ലോഗരിതമിക് റിഗ്രഷൻ ആസ് ന്യൂറോൺ ആയിട്ട് എടുക്കുകയാണെങ്കിലോ നമുക്കറിയാം S1 S2 SD ഡയമെൻഷൻ. ഓക്കെ, കറസ്പോണ്ടിങ് ബയാസ് ടൈം B. പിന്നെ ഈ ഔട്ട്പുട്ട് ഫംഗ്ഷൻ തന്നെ W ട്രാൻസ്പോസ് ഇൻറ്റു X പ്ലസ് B, ഇതായിരിക്കും Y. ഓക്കെ, ഇത് നമുക്കറിയാം സിംപ്ലസ്റ്റ് D ഫീച്ചേഴ്സ് ആണ്. ഇത് ന്യൂറോൺ ബോഡിയിലെ ന്യൂറോൺ ആണ്. ഓക്കെ, Y is equal to W transpose X plus B into sigma. പിന്നെ SVM-ലാണെങ്കിൽ അതേപോലെ നമുക്കറിയാം ഡബിൾ ട്രാൻസ്പോസ് S plus B
features y dash is equal to features engine persistent ആണെങ്കിൽ w transpose x plus b sub function ആണെങ്കിൽ sigma greater than 0 ആണെങ്കിൽ class 1 less than 0 class 0 okay അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ y is equal to linear combination plus step function ആണ്. ഇതിന് നെറ്റ്വർക്ക് ഓഫ് ന്യൂറോൺസ്. ന്യൂറോണിന്റെ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നേരത്തെ എക്സാമ്പിൾ ഇവിടുത്തെ എക്സാമ്പിൾ നമ്മൾ എന്തായിട്ട് എടുത്തത് സിംഗിൾ ഇതില് സിംഗിൾ ഫീച്ചേഴ്സ് മാത്രം എടുത്തുള്ളൂ. ഈ ഒരു ഫീച്ചേഴ്സ് ഇത് വീണ്ടും ഇതിനെ നമുക്ക് വീണ്ടും എന്താക്കാം വേറൊരു ന്യൂറോൺ ആയിട്ട് എടുക്കാം. എന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് ഉണ്ടാവും, അത് വീണ്ടും വേറെ ന്യൂറോണിന്റെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കാം. അങ്ങനെ വരുന്നതിനാണ് ന്യൂറോൺ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ന്യൂറോണിൽ നിന്ന് ന്യൂറൽ നെറ്റ്വർക്കിലേക്ക് മാറുമ്പോൾ ആ ഡിഫറൻസ് അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിനെ നമ്മൾ എന്താ പറയുക ഹിഡൻ ലെയർ 1 ഹിഡൻ ലെയർ 2 എന്നൊക്കെ പറയും. ഒരു ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വരുന്ന വീഡിയോയിലൊക്കെ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത് എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇതെന്താ ജി ഓഫ് എക്സ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് ഈ ന്യൂറോണിന്റെ ഔട്ട്പുട്ട് എങ്ങനെ ഫംഗ്ഷൻ ഓഫ് ജി ഓഫ് എക്സ് ഫംഗ്ഷൻ പവർ ഫംഗ്ഷൻ എന്നുള്ള കോംപ്ലക്സ് റെപ്രസെന്റേഷൻ ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, പിന്നെ നമ്മൾ നമ്പർ ഓഫ് ഡാറ്റ വേഴ്സസ് ആക്യുറസി എടുക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ് ടൈമിൽ നമ്പർ ഓഫ് ക്ലാസിക്കൽ മെഷീനിലാണെങ്കിൽ എന്താണ് ചെറിയ ഡാറ്റകളാണെങ്കിൽ ഇതിൻ്റെ ആക്യുറസി പാരലൽ ആയിട്ട് കിട്ടും. പിന്നെ ഒരു സർട്ടൺ ഇൻസ്റ്റന്റ് കഴിഞ്ഞാൽ പിന്നെ എത്ര ഇൻക്രീസ് ചെയ്താലും ഡാറ്റ ഇൻക്രീസ് ചെയ്താലും അതിൻ്റെ ആക്യുറസി കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടും. എന്നാൽ ഡീപ്പ് ന്യൂറൽ നെറ്റ്വർക്കിലാണെങ്കിൽ ഇതിന് നമുക്ക് എന്താവില്ല എത്ര ഡാറ്റ കൂടിയാലും നമുക്ക് എന്തായിരിക്കും ആക്യുറസി ഇതിന് കറസ്പോണ്ടിങ് ആക്യുറസി തന്നെ കിട്ടുന്നുണ്ട്. ശരിയല്ലേ? അതാണ് ന്യൂറൽ നെറ്റ്വർക്കിന്റെ ഉപകാരം. ഇപ്പൊ ഈ സ്മാൾ ഡാറ്റ ആണെങ്കിൽ നമുക്ക് സാധാ ക്ലാസിക്കൽ അൽഗോരിതം യൂസ് ചെയ്താൽ മതി. ഡാറ്റ കൂടുമ്പോൾ മാത്രമേ നമ്മൾ ഡീപ്പ് ലേണിംഗ് ന്യൂറൽ നെറ്റ്വർക്ക് യൂസ് ചെയ്യൂ. അപ്പൊ ഇതിനൊക്കെ നമുക്ക് എന്താക്കാൻ പറയാം കറസ്പോണ്ടിങ് വെയിറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ ന്യൂറൽ നെറ്റ്വർക്ക്. ഇത് അടുത്ത വെയിറ്റ് ഇതിനാണ് ഹിഡൻ ലെയേഴ്സ് എന്ന് പറയുന്നത്. അതേ സംഭവം തന്നെ നമ്മൾ ഫീച്ചേഴ്സ് കുറവാണെങ്കിൽ നമുക്ക് സാധാ ക്ലാസിക്കൽ മെഷീൻ ലേണിംഗ് അൽഗോരിതം യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.